എണ്ണ വ്യാപാരത്തിന്റെയും അന്താരാഷ്ട്ര നയതന്ത്രത്തിന്റെയും ജീവനാഡിയായ ഹോർമുസ് കടലിടുക്കിനെ മുൻനിർത്തി പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു കടുത്ത സൈനിക രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ്. അമേരിക്കൻ ഭരണകൂടത്തിന് അതീവ ഗുരുതരമായ മുന്നറിയിപ്പുമായി ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബഗർ ഗാലിബാഫ് നേരിട്ട് രംഗത്തെത്തിയതാണ് പുതിയ കനത്ത സംഘർഷങ്ങൾക്ക് വഴി തുറന്നിരിക്കുന്നത്. ഇറാന്റെ പരമാധികാരത്തെയും തന്ത്രപ്രധാനമായ താൽപര്യങ്ങളെയും വെല്ലുവിളിക്കാൻ നോക്കിയാൽ മേഖലയിൽ വീണ്ടും ഒരു യുദ്ധത്തിന് മടിക്കില്ലെന്ന കടുത്ത ഭാഷയാണ് ടെഹ്റാൻ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരു ഔദ്യോഗിക ടെലിവിഷൻ അഭിമുഖത്തിലൂടെയാണ് മുഹമ്മദ് ബഗർ ഗാലിബാഫ് അമേരിക്കൻ ഭരണകൂടത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാന്റെ ഔദ്യോഗിക നിലപാടുകൾ വ്യക്തമാക്കിയത്. ഹോർമുസ് കടലിടുക്കിന് മേൽ ഇറാനുള്ള സമ്പൂർണമായ നിയന്ത്രണം ഒട്ടും വിട്ടുവീഴ്ചയില്ലാത്തതും ആരുമായും യാതൊരുവിധ ചർച്ചകൾക്കും വിധേയമില്ലാത്തതുമായ ഒന്നാണെന്ന് അദ്ദേഹം തറപ്പിച്ചു പറഞ്ഞു. ലോകത്തിലെ ഏറ്റവും നിർണായകമായ ഈ കപ്പൽ പാതയുടെ സുരക്ഷയും നിയന്ത്രണവും തങ്ങളുടെ കൈകളിൽ സുരക്ഷിതമായിരിക്കുമെന്ന വ്യക്തമായ സന്ദേശമാണ് ഇതിലൂടെ ഇറാൻ ലോകരാഷ്ട്രങ്ങൾക്ക് നൽകുന്നത്. അടുത്ത കാലത്തായി അമേരിക്കയും ഇറാനും തമ്മിൽ ഒപ്പുവെച്ച മുൻ ധാരണാപത്രങ്ങളിലെ വ്യവസ്ഥകളെ മറികടക്കാനോ അല്ലെങ്കിൽ തങ്ങളുടെ ലക്ഷ്മണരേഖ ലംഘിക്കാനോ വാഷിംഗ്ടൺ മുതിരരുതെന്ന് ഗാലിബാഫ് മുന്നറിയിപ്പ് നൽകി. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം ഈ ധാരണകളിൽ നിന്നും ഏകപക്ഷീയമായി പിന്നോട്ടു പോകാനോ അതിർത്തികളിൽ കൂടുതൽ പ്രകോപനങ്ങൾ ഉണ്ടാക്കാനോ ശ്രമിച്ചാൽ അതിന്റെ പ്രത്യാഘാതം അതീവ ഭീകരമായിരിക്കുമെന്നാണ് ഇറാൻ പാർലമെന്റ് സ്പീക്കർ തുറന്നടിച്ചത്. ആവശ്യം വന്നാൽ തങ്ങളുടെ രാജ്യത്തിന്റെ അന്തസ്സും സുരക്ഷയും കാത്തുസൂക്ഷിക്കാൻ ഏതൊരു മഹാശക്തിക്കെതിരെയും നേരിട്ട് യുദ്ധം ചെയ്യാൻ തങ്ങളുടെ സൈന്യം പൂർണ്ണ സജ്ജമാണെന്ന് ഗാലിബാഫ് വ്യക്തമാക്കി. ഇറാന്റെ പക്കലുള്ള അത്യാധുനിക മിസൈൽ സംവിധാനങ്ങളും വിപ്ലവ ഗാർഡുകളുടെ നാവികസേനയും ഹോർമുസ് കടലിടുക്കിൽ ഏത് തരത്തിലുള്ള വെല്ലുവിളികളെയും നേരിടാൻ കാത്തിരിക്കുകയാണ്. സൈനിക സജ്ജീകരണങ്ങളെ കുറിച്ച് മുന്നറിയിപ്പ് നൽകുമ്പോഴും നയതന്ത്രത്തിന്റെ വാതിലുകൾ ഇറാൻ പൂർണ്ണമായി അടയ്ക്കുന്നില്ലെന്ന സൂചനയും ഗാലിബാഫ് തന്റെ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നുണ്ട്. മുൻപ് ഒപ്പുവെച്ച കരാറുകളിലെയും വ്യവസ്ഥകളിലെയും പുരോഗതിക്ക് നയതന്ത്ര ചർച്ചകൾ സഹായിക്കുമെങ്കിൽ അതിന് തങ്ങൾ ഇപ്പോഴും തയ്യാറാണ്. അമേരിക്കൻ ദൂതന്മാരെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ചർച്ചകൾക്കായി കാത്തു നിർത്തിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ രാഷ്ട്രീയ കരുത്ത് തെളിയിക്കുന്നതിനിടയിലാണ് സ്പീക്കറുടെ ഈ കടുത്ത പ്രതികരണം വരുന്നത് എന്നതും ഏറെ ശ്രദ്ധേയമാണ്. ഒപ്പുവെച്ച കരാറുകൾ പൂർണ്ണമായി നടപ്പാക്കാൻ വാഷിംഗ്ടൺ തയ്യാറാകാതെ ട്രംപിന്റെ പ്രതിനിധികളോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടിലാണ് ഇറാന്റെ നയതന്ത്രജ്ഞർ. ഹോർമുസ് കടലിടുക്കിന്റെ കാര്യത്തിൽ അയൽ രാജ്യമായ ഒമാനുമായി ചേർന്ന് ഇറാൻ വളരെ തന്ത്രപ്രധാനമായ ചില പുതിയ നിയമസേവന ക്രമീകരണങ്ങൾ പൂർത്തിയാക്കിയതായും ഗാലിബാഫ് അഭിമുഖത്തിൽ വെളിപ്പെടുത്തി. ഈ മേഖലയിലെ കപ്പൽ ഗതാഗതവും സുരക്ഷയും കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായാണ് ഒമാനുമായുള്ള ഈ സംയുക്ത നീക്കം. ഒമാനുമായി ചേർന്നുണ്ടാക്കിയ ഈ പുതിയ സുരക്ഷാ സേവന പദ്ധതികൾ അടുത്ത 30 ദിവസത്തിനുള്ളിൽ തന്നെ അതിർത്തികളിൽ നടപ്പിലാക്കി തുടങ്ങുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. തുടർന്ന് വരുന്ന 60 ദിവസങ്ങളിൽ ഇതിന്റെ സേവനങ്ങൾ പൂർണ്ണമായ തോതിൽ ലഭ്യമാകും. ഇതോടെ ഹോർമുസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര എണ്ണക്കപ്പലുകളുടെ നിരീക്ഷണത്തിലും സുരക്ഷയിലും ഇറാന്റെയും ഒമാന്റെയും സ്വാധീനം വിചാരിച്ചതിലും അപ്പുറമായി വർദ്ധിക്കും. ആഗോളതലത്തിൽ വിതരണം ചെയ്യപ്പെടുന്ന എണ്ണയുടെ 1/3 കടന്നു പോകുന്ന അതീവ തന്ത്രപ്രധാനമായ മേഖലയാണ് ഹോർമുസ് കടലിടുക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടാകുന്ന ചെറിയൊരു സൈനിക അസ്ഥിരത പോലും ആഗോള വിപണിയിൽ എണ്ണവില കുതിച്ചുയരാൻ കാരണമാകും. ഇറാന്റെ ഈ കടുത്ത വെല്ലുവിളികൾ വരാനിരിക്കുന്ന ദിവസങ്ങളിൽ ട്രംപ് ഭരണകൂടത്തെ കൂടുതൽ കഠിനമായ തീരുമാനങ്ങളിലേക്ക് നയിച്ചേക്കാം. ഒപ്പുവെച്ച ധാരണാപത്രങ്ങളിൽ നിന്നും പിന്നോട്ടു പോകാൻ ട്രംപ് മുതിർന്നാൽ അത് പശ്ചിമേഷ്യയെ വലിയൊരു പ്രാദേശിക യുദ്ധത്തിലേക്ക് നയിക്കുമെന്ന ആശങ്ക നിരീക്ഷകർ പങ്കുവെക്കുന്നുണ്ട്. ഒമാൻ എക്കാലത്തും അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ ഒരു പ്രധാന മധ്യസ്ഥ രാജ്യമായി പ്രവർത്തിച്ചിട്ടുള്ള ചരിത്രമുണ്ട്. എന്നാൽ പുതിയ സാഹചര്യത്തിൽ ഒമാൻ ഇറാനോട് ചേർന്ന് ഇത്തരം നിയമപരമായ സേവനങ്ങൾക്ക് തയ്യാറാകുന്നത് അമേരിക്കൻ നയതന്ത്രത്തിന്റെ പരാജയമായാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അധികാരത്തിൽ വന്നതിന് ശേഷം പശ്ചിമേഷ്യയിൽ ഇസ്രയേലിന് നൽകുന്ന അമിത പിന്തുണ ഇറാനെ കൂടുതൽ ചൊടിപ്പിച്ചിട്ടുണ്ട്. ലെബനനിലെയും ഗാസയിലെയും വിഷയങ്ങൾ ഇറാന്റെ റെഡ് ലൈനുകൾ ലംഘിക്കാൻ അമേരിക്ക ശ്രമിക്കുന്നതാണ് ഈ നയതന്ത്ര യുദ്ധത്തിന് ആക്കം കൂട്ടിയത്. തങ്ങളെ സൈനികമായി നേരിടാൻ വന്നാൽ ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എല്ലാ കപ്പൽ ഗതാഗതവും തടസ്സപ്പെടുത്തുമെന്ന പരസ്യമായ ബ്ലാക്ക്മെയിൽ തന്ത്രമാണ് ഇറാൻ ഇവിടെ പയറ്റുന്നത്. ഇറാൻ പാർലമെന്റ് സ്പീക്കറുടെ ഈ പ്രസ്താവനയ്ക്ക് പിന്നാലെ UN രക്ഷാസമിതിയും ആഗോള ശക്തികളും പശ്ചിമേഷ്യൻ സാഹചര്യങ്ങളെ അതീവ ഉത്കണ്ഠയോടെയാണ് വീക്ഷിക്കുന്നത്.
യൂറോപ്യൻ രാജ്യങ്ങളിലേക്കുള്ള എണ്ണ വിതരണം തടസ്സപ്പെടുത്തുമെന്ന ആശങ്ക അവർക്കുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ അസ്വസ്ഥതകൾ എത്രയും വേഗം ചർച്ചകളിലൂടെ പരിഹരിക്കണമെന്നാണ് അന്താരാഷ്ട്ര സമൂഹം ആഗ്രഹിക്കുന്നത്. തങ്ങളുടെ പരമാധികാരത്തിലും അവകാശങ്ങളിലും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു ഒത്തുതീർപ്പിനും ഇറാൻ തയ്യാറല്ലെന്ന് ഗാലിബാഫ് തറപ്പിച്ചു പറഞ്ഞത് ഇറാന്റെ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. രാജ്യത്തെ സൈന്യത്തിനും ജനങ്ങൾക്കും വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് ഈ കടുത്ത നിലപാട്. വരും ദിവസങ്ങളിൽ അമേരിക്ക ഈ മുന്നറിയിപ്പുകളോട് എങ്ങനെ പ്രതികരിക്കുമെന്നത് ഏറെ നിർണായകമാണ്. ഹോർമുസ് കടലിടുക്കിൽ തങ്ങളുടെ നാവികസേനയുടെ സാന്നിധ്യം വർദ്ധിപ്പിക്കാൻ ട്രംപ് ഉത്തരവിടുമോ അതോ ദോഹയിൽ വെച്ച് ഇറാൻ മുന്നോട്ട് വെച്ച നിബന്ധനകൾ അംഗീകരിക്കാൻ തയ്യാറാക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത്. ചർച്ചകളുടെ വാതിലുകൾ അടയുന്നത് പലപ്പോഴും ഒരു വലിയ യുദ്ധത്തിന്റെ തുടക്കമാകാൻ സാധ്യതയുണ്ടെന്നാണ് പ്രതിരോധ നിരീക്ഷകരുടെ വിലയിരുത്തൽ. ഏതായാലും ഹോർമുസ് കടലിടുക്കിനെ മുൻനിർത്തി ഇറാൻ ഉയർത്തിയിരിക്കുന്ന ഈ പുതിയ നയതന്ത്ര യുദ്ധം ആഗോള രാഷ്ട്രീയത്തിൽ വരും ദിവസങ്ങളിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്ന് ഉറപ്പാണ്. ട്രംപിന്റെ കടുത്ത നിലപാടുകൾക്ക് അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി നൽകാൻ ഇറാൻ തയ്യാറാണെന്ന് വ്യക്തമായതോടെ പശ്ചിമേഷ്യൻ രാഷ്ട്രീയം കൂടുതൽ പ്രവചനാതീതമായി മാറുകയാണ്.